1850 ഏക്കറിലധികം വിസ്തൃതിയുള്ളതാണ് തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ ജെ ബ്ലോക്ക് 9000 പാടശേഖരം. ഇതിൽ 1650 ഏക്കറിൽ കൃഷി നടക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും വിസ്തൃതമായ പാടശേഖരത്തിന് നടുവിലേക്ക് റോഡില്ലാത്തതിനാൽ വാഹനം എത്തുന്നിടത്ത് നെല്ലെത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കൊയ്ത്ത് യന്ത്രത്തിൽ തന്നെ നെല്ല് കരയ്ക്കെത്തിക്കാൻ മണിക്കൂറിന് 2000 രൂപ വാടക നൽകണം. പാടത്തിന് അങ്ങേയറ്റത്തു നിന്നും കൊയ്ത്ത് യന്ത്രം റോഡിലേക്കെത്താൻ 1.5 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് കർഷകർ പറയുന്നത്. അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ ഓടി വരുമ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഓട്ടം പാത്രമായി പറയുന്നത്. നെല്ല് കൊയ്യുന്നതല്ല, എടുത്തിട്ട് ഇവിടെ കൊണ്ടിടുന്നത്. കൊയ്ത് കഴിഞ്ഞ് എത്തിക്കാനായിട്ട് 1 മണിക്കൂറിന് മേളിൽ ഓടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് റോഡ് വരികയാണെങ്കിൽ അത് വളരെ വലിയൊരു ഉപകാരമായിരിക്കും കർഷകനെ സംബന്ധിച്ചിടത്തോളം. ഫാം റോഡിനായി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ സർക്കാരിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ നടപടികളെങ്ങും എത്തിയിട്ടില്ല. ഫാം റോഡ് യാഥാർത്ഥ്യമായാൽ ഏക്കറിന് 10,000 രൂപ വരെ കർഷകന് ലാഭമുണ്ടാകും. 900 ഏക്കറോളം നിലവിൽ കൊയ്ത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. പഴുക്കാനിലം കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഇനി കൊയ്ത്ത് നടക്കാനുള്ളത്. അവിടെ കൊയ്ത്ത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് മഴ എത്തിയാൽ യന്ത്രം പാടത്തിറക്കാൻ കഴിയാതെ വരും. ഇതോടെ ആളുകളെ കൊണ്ട് കൊയ്ത്ത് നടത്തി തലച്ചുമടായി നെല്ല് കരയ്ക്കെത്തിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. അമൃത ന്യൂസ്, കോട്ടയം.